Hi friends, welcome back to my channel 1 million shades. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ റിയലിസ്റ്റിക് ഫേസ് എങ്ങനെ വരയ്ക്കാന്നാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ റിയലിസ്റ്റിക് ഡ്രോയിങ്ങിൻ്റെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ റിയലിസ്റ്റിക് നമ്മളെ ആനിമൽസ് ഒക്കെ വരച്ചു ഓൾറെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റിയലിസ്റ്റിക് സ്കിൻ എങ്ങനെ വരയ്ക്കാം, ഒരു ഫേസ് എങ്ങനെ വരയ്ക്കാം, ആ ഒരു സ്കിൻ ടെക്സ്ചർ ഒക്കെ ഉണ്ടാവില്ല, ആ ഒരു പോസും അതൊക്കെ ഉള്ളൊരു ഫേസാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകണം. അപ്പോൾ അതെങ്ങനെയാണ് അങ്ങനെ ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കാം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണേ. നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോകാം. ഞാനപ്പോൾ വരയ്ക്കാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ബ്രിസ്റ്റോൻ്റെ പേപ്പറാണ്. ഇത് ഇത്തിരി ടെക്സ്ചറായിട്ടുള്ള പേപ്പറാണ്, മീഡിയം സർഫസ് പേപ്പറാണ്. അപ്പോൾ ചിലവർക്ക് എനിക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് ആ ഒരു ടെക്സ്ചർ, സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ കിട്ടാനായിട്ട് എളുപ്പമായിട്ട് ഈ ഒരു പേപ്പറാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പേപ്പറാണ് എടുത്തേക്കണേ. അപ്പം ഞാനിത് ഫുള്ള് ഗ്രിഡ് മെത്തേഡ് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യണത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഗ്രിഡ് മെത്തേഡ് വെച്ച് ഫുൾ ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുകയാണ്. നമുക്ക് ആദ്യം ആ ഒരു സ്കിന്നിൻ്റെ ആ ടെക്സ്ചർ എങ്ങനെയാണ് വരാമെന്നുള്ളത് ആദ്യം നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചീക്കിൻ്റെ പോർഷനാണ് ചൂസ് ചെയ്യണത്. ആദ്യം തന്നെ നമ്മൾ സാധാരണ പോലെ ലൈറ്റ് എവിടേക്കാണ് ഡാർക്കറും എവിടേക്കാണ് ലൈറ്റർ എന്നുള്ള പോർഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ ചീക്കിൻ്റെ ആ ഒരു കോർണറിൽ നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ഇമേജിൽ. അതുപോലെ നമ്മൾ ഡാർക്കായിട്ട് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് HB പെൻസിൽ വെച്ചിട്ടാണ്. ആദ്യം ലൈറ്റ് ഷെയ്ഡ് കൊടുത്തു, പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് ബ്ലെൻഡ് ചെയ്തു. അതിനുശേഷം കുറച്ചും കൂടി ഡാർക്ക് ലൈറ്റ് ഏരിയാസ് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു പോസ് പോലത്തെ ഒരു ടെക്സ്ചർ വരാൻ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാം. നമ്മൾ ഇതുപോലെ ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ട് ഡാർക്ക് ആയിട്ടുള്ളൊരു പെൻസിൽ വെച്ച് ഇങ്ങനെ കളർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് കൊടുക്കാം. അപ്പം നമുക്കൊരു പോസ് പോലുള്ളൊരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ നിങ്ങൾ ഓരോ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക. അത് കഴിഞ്ഞ് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ അല്ലെങ്കിൽ അതിങ്ങനെ എടുത്ത് കാണിക്കും. അതിന് ശേഷം പിന്നെ ഇതുപോലെ മോണോസർ ഇറേസർ വെച്ചിട്ട് കുറച്ച് പോർഷൻസിൽ ഇങ്ങനെ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു പോർഷൻ്റെ ഉൾഭാഗം ബ്ലാക്ക് ആയിട്ടും പുറത്തുള്ള പോർഷൻസ് വൈറ്റ് ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതുപോലെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ള് ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ആ ഒരു ടെക്സ്ചർ വരും. നമുക്ക് മുഖത്തിൻ്റെ ആ കുറച്ചും കൂടി കയറിയിട്ടുള്ള പോർഷൻസിലൊക്കെ കുറച്ചും കൂടി ലൈറ്റ് അടിക്കുന്ന പോർഷൻസാണ്. അപ്പോൾ അവിടെ അത്രയ്ക്ക് അങ്ങനെ ടെക്സ്ചർ കാണണില്ല, എന്നാലും അത്യാവശ്യമുണ്ട്. അപ്പോൾ നമ്മളിനി അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് കണ്ണിൻ്റെ ആ പോർഷനൊക്കെ ആ ഒരു ടെക്സ്ചറൊക്കെ അവിടെ ചുളിവുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കി നോക്കാം. അപ്പോൾ അത് തന്നെ ആ കണ്ണിൻ്റെ ഉള്ളിൽ കൃഷ്ണമണിയൊക്കെ നല്ല ഡാർക്കറാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൽ വൈറ്റ് പോർഷൻ അതുപോലെ തന്നെ വിടുന്നുണ്ട്. എന്നിട്ട് അത് മാർക്ക് ചെയ്തിട്ടാണ് ബാക്കി ബാലൻസ് ഉള്ള പോർഷൻസ് ഡാർക്കായിട്ട് ചെയ്യണേ. പിന്നെ ഞാൻ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്യണേ. പിന്നെ കൃഷ്ണമണിയുടെ ഉള്ളിൽ തന്നെ കുറേ ഡീറ്റെയിലിംഗ് ഉണ്ട്, കാരണം കുറച്ച് പോർഷൻസിൽ അവിടെ ലൈറ്റായിട്ടും ഡാർക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നോക്കിയിട്ട് ഷെയ്ഡ് ചെയ്യുക. നല്ല ഡാർക്കായിട്ടുള്ള പോർഷൻസ് ഞാൻ അവിടെ ചാർക്കോൾ പെൻസിലാണ് യൂസ് ചെയ്യണത്. പിന്നെ ഇപ്പോൾ ഞാൻ 2B പെൻസിൽ വെച്ചിട്ട് ബാക്കി പോർഷൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടേക്കാണ് ഡാർക്ക് എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഫുള്ള് അതൊക്കെ ഫില്ല് ചെയ്തെടുക്കാം. ആ ഡാർക്കായിട്ടുള്ള പോർഷൻസ് ഉള്ളിടത്തൊക്കെ ഫില്ല് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ശേഷം ഏറ്റവും ഡാർക്കായിട്ടുള്ളൊരു 8Bയോ അങ്ങനെ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ്. എപ്പോഴും പെൻസിൽ ഇങ്ങനെ ഷാർപ്പൻ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. അതുപോലെ അതിൽ നമ്മളിങ്ങനെ ഗ്രാഫൈറ്റ് പെൻസിൽ ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പൗഡർ കിട്ടില്ല. ആ പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് നമുക്ക് കണ്ണിന് താഴെ കുറച്ച് പോർഷൻസ് ഹൈലൈറ്റ് ആയിട്ട് അവിടെ വൈറ്റ് ഡോട്ട്സ് ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻഡൻറ്റിങ് മെത്തേഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു മഷി കഴിഞ്ഞ് പെൻ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ഡ് ചെയ്തതിന് ശേഷം വൈറ്റ് ജെൽ പെൻ വെച്ച് മാർക്കിങ് ചെയ്യാം. 2 മെത്തേഡുണ്ട്. ഞാൻ ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇൻഡൻറ്റിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു മഷി കഴിഞ്ഞ് പാൻ വെച്ചിട്ട് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുക. അപ്പം ആ വരച്ച പോർഷൻസ് ഇവിടെ വൈറ്റ് ആയിട്ട് തന്നെ കിടക്കും, ബാക്കി പോർഷൻസ് ഡാർക്കായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മറ്റേ വൈറ്റ് ജെൽ പെൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇറേസർ പെൻസിൽസാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടാകുന്ന പോർഷനിൽ ചെറുതായിട്ടൊരു ഷെയ്ഡുള്ളൂ. അപ്പോൾ ഇത്തിരി കൂടി വൈറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇറേസർ പെൻസിൽസ് വെച്ചിട്ട് അതൊന്ന് മാച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഹൈലൈറ്റ്സ് ഒക്കെ നന്നായിട്ട് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് കണ്ണിൻ്റെ മുകളിലുള്ള മടക്കുകളും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ തന്നെ നല്ല ഡാർക്കറായിട്ടാണ് വന്നേക്കണേ ഇമേജിൽ നോക്കുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ
ആദ്യം 2B പെൻസിൽ വെച്ച് ചെയ്യുക. അതിനുശേഷം ഒരു 4B 8B ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡാർക്കാക്കി കൊണ്ടുവരാം. പിന്നെ ഈ പേപ്പറിന് ഓൾറെഡി ടെക്സ്ചർ ഉള്ളതുകൊണ്ട് സ്കിന്നിൻ്റെ ടെക്സ്ചറൊക്കെ അങ്ങനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ആ ഒരു ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടെക്സ്ചർ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ടെക്സ്ചേർഡ് പേപ്പർ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ എനിക്ക് ടെക്സ്ചേർഡ് പേപ്പറിൽ വരയ്ക്കാൻ ഇഷ്ടമാണ്. കാരണം ആ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നമുക്ക് സാധാ ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. നമുക്ക് ടെക്സ്ചർ ഇല്ലാണ്ട് ഭയങ്കര സ്മൂത്തായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പേപ്പേഴ്സ് യൂസ് ചെയ്യാം, സ്മൂത്ത് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും വരയ്ക്കുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി പോർഷൻസും കൂടിയും ആ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ ഷെയ്ഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ എങ്ങനെ ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ എപ്പോഴും ആ ഇമേജ് നല്ല ക്ലാരിറ്റിയുള്ള ഇമേജ് എടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് കുറേ ഡീറ്റെയിലിംഗ് കൊടുക്കാനായിട്ട് പിന്നെ അത് വലുതാക്കി വരയ്ക്കുക. എന്നാലാണ് നമുക്ക് ഉള്ളിലുള്ള ഡീറ്റെയിൽസൊക്കെ നന്നായിട്ട് കൊടുത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വേണ്ടത് കോൺസെൻട്രേഷനാണ്. നമ്മൾ എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് ലൈറ്റ് ഷെയ്ഡ് അടിക്കുന്നതും ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രോസസ്സാണ് ചെയ്യണം. ചീക്സിൽ നമ്മൾ ചെയ്തില്ലേ അതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ആ പോസ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വീണ്ടും ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ബ്ലെൻഡിങ് സ്റ്റെമ്പ് വെച്ചിട്ട് വീണ്ടും ബ്ലാക്ക് ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ വൈറ്റ് ഡോട്ട്സിനായിട്ട് മോണോസെറി റേസ് യൂസ് ചെയ്യാം. അങ്ങനെ അവിടെ ഇവിടേക്കായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് പോസൊക്കെ ഉള്ള പോലെ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിടണം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ബ്ലെൻഡ് ചെയ്തിടുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ സ്കിന്നിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് വരയ്ക്കാന്നുള്ള ക്ലിയർ ആയെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഇനി ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഷെയ്ഡ് ചെയ്യണ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.